Hi my dear friends, എല്ലാവർക്കും MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. നമ്മൾ ഇന്നോടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം പ്രിലിംസ് ഇവിടെ നമ്മളെ അടുത്തെത്തിയിരിക്കുകയാണ്. ഈ സമയത്ത്, ഈ കുറഞ്ഞ മാസങ്ങളിൽ നമ്മൾ ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്, ഏത് സ്ട്രാറ്റജിയുമായിട്ട് മുന്നോട്ട് പോവേണ്ടത്, എങ്ങനെ പഠിച്ചു കഴിഞ്ഞാലാണ് പ്രിലിംസ് നമുക്ക് ഉറപ്പായിട്ട് നേടിയെടുക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും ഉടൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഇനിയുള്ള ഈ കുറഞ്ഞ മാസങ്ങൾ ഏത് രീതിയിൽ നാം പഠിക്കണം, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നാം ചെയ്യാതിരിക്കേണ്ടത് എന്നുള്ള കുറഞ്ഞ പോയിന്റുകളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമതായിട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ പ്രിലിംസാണ് നേരിടാൻ പോകുന്നത്. പ്രിലിംസിലുണ്ടാകുന്ന OMR രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അത് മാക്സിമം ചെയ്യുക. അത് മോക്ക് ടെസ്റ്റുകളിലൂടെ ആവാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആവാം, ഓൺലൈൻ മോക്ക് ടെസ്റ്റുകളാവാം. അത് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നാം ഒരു മോക്ക് ടെസ്റ്റ് എഴുതി വന്ന് അതിൻ്റെ മാർക്ക് അറിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. അതിൻ്റെ ഡിസ്കഷനിലിരിക്കുക. അതിനുശേഷം നാം വീട്ടിൽ നിന്ന് വന്നതിന് ശേഷമോ അല്ലെങ്കിൽ അതിന് പിന്നെയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകണം എന്നുള്ളതാണ്. നന്നായിട്ട് ആ ക്വസ്റ്റ്യൻ നമ്മൾ സ്വയം അനലൈസ് ചെയ്യണം. എവിടെയാണ് എനിക്ക് തെറ്റിയത്, അതുപോലെ തന്നെ ആ 4 ഓപ്ഷനിലൂടെ നമ്മൾ കടന്നു പോകണം. കാരണം UPSC ചിലപ്പോൾ നേരിട്ട് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിട്ട ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒരിക്കലും സാധ്യമില്ല. മറിച്ച് ഈ 4 ഓപ്ഷനിൽ നിന്നും ഏതെങ്കിലുമൊക്കെ UPSCൻ്റെ ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഏതൊരു മോക്ക് ടെസ്റ്റ് നമ്മൾ കഴിഞ്ഞാലും, ഏത് ക്വസ്റ്റ്യൻസ് നാം ചെയ്ത് കഴിഞ്ഞാലും ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിക്കുക, അതിൻ്റെ ഓപ്ഷനിലൂടെ കടന്നു പോകുന്നതാണ്. നമ്മൾ ചെയ്തു പോയ ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ കണ്ട ഒരു ക്വസ്റ്റ്യൻ UPSC പ്രിലിംസിൽ ചോദിച്ചിട്ട് നമുക്ക് കിട്ടാതിരിക്കുക എന്നുള്ളത് അത് വളരെയധികം സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള ടാർഗറ്റ് വെക്കാവുന്നതാണ്. ഡെയിലി 50 ക്വസ്റ്റ്യൻ ചെയ്യുക വേണമെങ്കിൽ ഡെയിലി 30 ക്വസ്റ്റ്യനോ ആ രീതിയിൽ ടാർഗറ്റ് വെക്കാവുന്ന. ഒരു 50 ക്വസ്റ്റ്യനും അതിൻ്റെ ഡിസ്കഷനും അതിൻ്റെ അനാലിസിസ് നടത്താൻ വേണ്ടി ചിലപ്പോൾ നമുക്കൊരു 1 മണിക്കൂറോ 2 മണിക്കൂറോ ആവശ്യമായിട്ട് വരുള്ളൂ. അതൊരിക്കലും നമുക്ക് വേസ്റ്റായി പോകില്ല എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഒന്നാമതായി ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം റിവിഷൻ എന്നുള്ളതാണ്. എത്ര പ്രാവശ്യം നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റുമോ അത്രയും പ്രാവശ്യം, അത്രയും ചാൻസ് നിങ്ങൾക്ക് പ്രിലിംസ് കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും എന്നുള്ളതാണ്. മാക്സിമം പ്രാവശ്യം നാം പഠിച്ച കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ 1, 2, 3 പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നവരാവാം, അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാ ടോപ്പിക്കുകളും എല്ലാ പോർഷനും സിലബസ് കവർ ചെയ്തിട്ടുണ്ടാവാം. ഇത് നിങ്ങൾ വീണ്ടും റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് ഇനിയുള്ള സമയത്ത് നാം ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എക്സ്ട്രാ പുസ്തകങ്ങൾ ഇനി വായിക്കാതിരിക്കുക എന്നുള്ളതും നമ്മൾ ചെയ്യേണ്ട മൂന്നാമത്തെ ഒരു കാര്യമാണ്. അതിൻ്റെ കൂടെ ന്യൂ ബുക്സ്, പുതുതായിട്ട് നിങ്ങളൊരു വീഡിയോ കാണുമ്പോഴോ പുതുതായിട്ട് ഒരാളെ പരിചയപ്പെടുമ്പോഴോ അയാൾ പറയുകയാണ് ഞാൻ ഈ പുസ്തകമാണ് വായിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ മെറ്റീരിയലാണ് നോക്കുന്നത് പറയുമ്പോൾ വീണ്ടും ആ മെറ്റീരിയലിലേക്കും പോകുക എന്നുള്ളത് ഈ സമയത്ത് നല്ലതല്ല. അപ്പോൾ നമ്മൾ ഏത് മെറ്റീരിയലാണോ, ഏത് സോഴ്സാണോ നമ്മൾ ഇതുവരെ നോക്കുന്നത് അത് തന്നെ നോക്കുക. പുതുതായിട്ടുള്ള വലിയ മെറ്റീരിയലൊന്നും ഇനി നോക്കാതിരിക്കുക. കുറഞ്ഞ മെറ്റീരിയൽ നോക്കുക, കൂടുതൽ പ്രാവശ്യം വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയൽ ഉപയോഗിക്കാതിരിക്കുക. നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഏത് സോഴ്സാണോ, ഏത് ബുക്സാണോ അത് മാക്സിമം പ്രാവശ്യം വായിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എത്ര പ്രാവശ്യം നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായിരിക്കും എന്നുള്ളതാണ്. അതാണ് മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. നാലാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം കറണ്ട് അഫെയർസ് ആണ്. നമ്മുടെ പ്രിലിംസിൽ നല്ലൊരു ശതമാനം ക്വസ്റ്റ്യൻസും കറണ്ട് അഫെയർസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നാം കറണ്ട് അഫെയർസ് നോക്കേണ്ടതുണ്ട്. 2019 മെയ് മുതൽ ഈ പരീക്ഷ വരുന്നതിൻ്റെ, ഏത് വർഷമാണ് പരീക്ഷ എഴുതുന്നത് അതിൻ്റെ 1 വർഷം മുന്നേ ഉള്ള കറണ്ട് അഫെയർസാണ് നമ്മൾ നോക്കേണ്ടത്. പരീക്ഷയുടെ തൊട്ട് മാസം മുന്നേ ഉള്ള കറണ്ട് അഫെയർസ് വരെ നോക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഏത് മെറ്റീരിയലും സ്വീകരിക്കാം. നിങ്ങൾ ഹിന്ദു വായിച്ചിട്ടുണ്ടോ, നല്ല രീതിയിൽ ന്യൂസ് പേപ്പേഴ്സ് വായിച്ചിട്ടുണ്ടാവും, നിങ്ങൾ തയ്യാറാക്കിയ നോട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന മന്ത്ലി മാഗസിൻസ് ഉണ്ടാവും, അത് നോക്കാവുന്നതാണ്. അത് മാക്സിമം പ്രാവശ്യം വായിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതാണ് നാലാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അഞ്ചാമതായിട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഷോർട്ട് നോട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ കറണ്ട് അഫെയർസ് വായിക്കുകയായാലും മറ്റു സ്റ്റാറ്റിക്കായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർസ് റിലേറ്റഡ് അല്ലെങ്കിൽ മറ്റ് റിലേറ്റഡ് കാര്യങ്ങൾ ഷോർട്ട് നോട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. ഈ കറണ്ട് അഫെയർസ് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്. കറണ്ട് അഫെയർസ് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഒരു ടോപ്പിക്കിലൂടെ കടന്നു പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റിക്കായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ നോക്കേണ്ടി വരും. ഉദാഹരണമായിട്ട് ഇലക്ഷൻ കമ്മീഷനെ കറണ്ട് അഫെയർസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ഇലക്ഷൻ കമ്മീഷൻ്റെ ആ ഒരു ടോപ്പിക് വരുമ്പോൾ ഇലക്ഷൻ കമ്മീഷനെ ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന കാര്യങ്ങളും നമ്മൾ നന്നായിട്ട് നോക്കേണ്ടി വരും. UPSC ഡയറക്റ്റായിട്ട് അത് തന്നെ ചോദിക്കണം എന്നില്ല, അതുമായി ബന്ധപ്പെട്ട എന്ത് ക്വസ്റ്റ്യനും ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വേൾഡിൻ്റെ ഇന്ന ഭാഗത്ത് ഇന്ന സംഭവം ഉണ്ടായി പറയുമ്പോൾ ആ മാപ്പ് നന്നായിട്ട് നോക്കുക എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് ലിബിയയുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ കറണ്ട് അഫയേഴ്സിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കേണ്ട ലിബിയ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കേണ്ടി വരും. അതുപോലെ തന്നെ ലിബിയ ബോർഡർ ചെയ്യുന്ന വാട്ടർ ബോഡീസ് ഏതൊക്കെയെന്ന് നോക്കേണ്ടി വരും. ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം UPSC ചോദിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനെ ബന്ധപ്പെട്ട ഏതെങ്കിലും ഓർഗനൈസേഷനെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ അതുള്ള രാജ്യങ്ങൾ, അവരുടെ ക്യാപിറ്റൽസ്, ലൊക്കേഷൻസ് ഒക്കെ നോക്കി വെക്കുന്നതും കറണ്ട് അഫയേഴ്സുമായി റിലേറ്റഡ് നന്നായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവസാനമായിട്ട് ഞാൻ പറഞ്ഞത്, ഈ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് സ്റ്റാറ്റിക്കായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ വായിക്കുമ്പോഴും ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ്. അവസാന സമയത്ത്, അവസാന ആ ഒരു വീക്കിലോ ആ ദിവസങ്ങളിലോ നമുക്ക് വായിക്കാൻ വേണ്ടി, കൂടുതൽ പ്രാവശ്യം റിവിഷൻ ചെയ്യാൻ വേണ്ടി നാം ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കി വെക്കാം. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത എക്സസൈസുകളെ കുറിച്ചാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പോർട്ടുകളെ കുറിച്ചാവാം. അങ്ങനത്തെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ പ്രാവശ്യം റിവിഷൻ ചെയ്യേണ്ടതായിരിക്കും. അതിനുവേണ്ടി ഷോർട്ട് നോട്ട് തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ്. അത് ആ അവസാന സമയത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് റിവിഷൻ ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിന് ഇടയിൽ നിന്ന് തിരഞ്ഞെടുത്ത് അതുകൊണ്ട് പഠിക്കുക എന്നുള്ള ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ടാവണം ഇനിയുള്ള ഈ 3 മാസം, ഈ കുറഞ്ഞ മാസങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ടത്. അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും പ്രിലിംസ് ഉറപ്പായിട്ടും നേടാൻ പറ്റും. എല്ലാവർക്കും പ്രിലിംസ് നേടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. ബൈ.